20ാമത്തെ എപ്പിസോഡിക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. മഹാഭാരതം R.K. നാരായണൻ്റെ പുസ്തകത്തിനെ ആസ്പദമാക്കി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥയിൽ 20ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ 19ാമത്തെ എപ്പിസോഡിൽ നമ്മൾ രാജ്യതന്ത്രം ധൃതരാഷ്ട്രയുടെ രാജ്യസഭയിൽ നടന്ന ചർച്ചകളെക്കുറിച്ചാണ്. അവസാനം നമ്മൾ വിതുരനെ പാഞ്ചാല രാജ്യത്തിലേക്ക് ദ്രുപദൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും സന്തോഷിപ്പിക്കാനും അവരുമായിട്ടുള്ള നല്ല ബന്ധം സ്ഥാപിക്കാനുമായിട്ട് വിതുരനെ പാഞ്ചാല രാജ്യത്തിലേക്ക് ധൃതരാഷ്ട്രം, ദുര്യോധനനും ഭീഷ്മാചാര്യരും എല്ലാവരും കൂടി ചേർന്ന് തീരുമാനിച്ചിട്ട് പറഞ്ഞയക്കും. വിതുരനെയാണ് പറഞ്ഞയക്കണേ കേട്ടോ. എവിടേക്കാ പറഞ്ഞയക്കണ? പാഞ്ചാല രാജ്യത്തിലേക്ക്. പാഞ്ചാല രാജ്യത്തിന്റെ രാജാവ് ആരാണ്? ദ്രുപദൻ. അവിടെ ദ്രുപദന്റെ മകൻ ആരാണ്? ദൃഷ്ടദ്യുമ്നൻ. അങ്ങനെ വിതുരൻ പാഞ്ചാല രാജ്യത്തിലെത്തിയപ്പോ കുറെ രാജാവിന്റെ സമ്മാനങ്ങളൊക്കെ ആയിട്ടാണ് വിതുരൻ പാഞ്ചാല രാജ്യത്തിലേക്ക് പോയ. ധൃതരാഷ്ട്രയുടെ വകയായിട്ട് കുറെ സമ്മാനങ്ങളും ഇതുമായിട്ടാണ് പോയത്. വിതുരനെ വളരെ നല്ല രീതിയിൽ അവര് സ്വീകരിച്ചു. പാഞ്ചാല രാജ്യത്തിലെ രാജാവൊക്കെ വളരെ നല്ല രീതിയിൽ സ്വീകരിച്ചു. വിതുരൻ പറഞ്ഞു, ധൃതരാഷ്ട്ര മക്കളുടെയും ആജ്ഞ അനുസരിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത്. പഞ്ചപാണ്ഡവന്മാരെ തിരിച്ച് ഹസ്തിനപുരത്തിലേക്ക് സ്വീകരിക്കാൻ താല്പര്യമുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹസ്തിനപുരമല്ലേ പാണ്ഡവന്മാരുടെ രാജ്യം. അപ്പോൾ ധൃതരാഷ്ട്രം എന്ത് ചെയ്ത് വിതുരനെ പറഞ്ഞയച്ചിരിക്കുകയാണ് പാഞ്ചാല രാജ്യത്തുനിന്ന്. പാഞ്ചാലിനെ ദ്രൗപദിനെ വിവാഹം കഴിച്ചില്ലേ ഇവര്. അപ്പോ ദ്രുപദന്റെ മരുമക്കളല്ലേ ഈ പഞ്ചപാണ്ഡവന്മാര്. അങ്ങനെ തിരിച്ച് ഹസ്തിനപുരത്തേക്ക് പഞ്ചപാണ്ഡവന്മാരെ വിളിച്ചു കൊണ്ടുവരാനാണ് എന്നെ പറഞ്ഞയച്ചിരിക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ യുധിഷ്ഠിരൻ എന്ത് ചെയ്ത്? യുധിഷ്ഠിരൻ അനുജന്മാരുടെ മുഖങ്ങളിലേക്കൊക്കെ നോക്കി. ഇങ്ങനത്തെ ഒരു ക്ഷണം വന്നിട്ടുണ്ട്, ഹസ്തിനപുരത്തേക്ക് തിരിച്ചു പോകാനുള്ള ഇൻവിറ്റേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇൻവൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ക്ഷണിക്കുക. വിളിച്ചു. ബഹുമാനത്തോടുകൂടിയും സ്നേഹത്തോടെയും വിളിക്കുന്നതിനാണ് ഇൻവിറ്റേഷൻ എന്ന് പറയാം. അങ്ങനെ ഒരു ഇൻവിറ്റേഷൻ അവർക്ക് യുധിഷ്ഠിരനും അനുജന്മാർക്കും വിതുരനിലൂടെ ധൃതരാഷ്ട്രം പറഞ്ഞയച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി എന്താ തീരുമാനിക്കേണ്ടത്? അതാണ് ഇവരിപ്പോൾ ആലോചിക്കുന്നത്. ഈ ക്ഷണം സ്വീകരിക്കണോ വേണ്ടേ? നമ്മളെ ഇൻവൈറ്റ് ചെയ്ത് നമ്മൾ ഇൻവിറ്റേഷൻ സ്വീകരിക്കണോ വേണ്ടേ? ഞങ്ങളിനി ഹസ്തിനപുരത്തേക്ക് മഹാരാജാവ് ധൃതരാഷ്ട്രം വിളിച്ച പോലെ നമുക്ക് പോകണോ വേണ്ടേ എന്നാണ് ഇനി തീരുമാനിക്കേണ്ടത്. തീരുമാനിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? യുധിഷ്ഠിരൻ തൻ്റെ അനുജന്മാരുടെയൊക്കെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അനുജന്മാരൊന്നും മിണ്ടുന്നില്ല. സ്വയം തീരുമാനിക്കാൻ യുധിഷ്ഠിരൻ സ്വയം തീരുമാനിക്കാൻ ഉള്ള രീതിയിലാണ് പറഞ്ഞത്. ഇത്രയും ഞങ്ങളെ കൊല്ലാൻ ശ്രമിച്ചിട്ട്, ഇത്രയും നമുക്ക് ദ്രോഹം ചെയ്ത ധൃതരാഷ്ട്ര മഹാരാജാവിനെ, അച്ഛൻ്റെ ഏട്ടനെ, വലിയച്ഛനെ ഞങ്ങൾ എങ്ങനെ ഇനി വിശ്വസിക്കും എന്നുള്ള മുഖഭാവത്തിലാണ് ഇവരെല്ലാവരും നോക്കി നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇവർക്കെല്ലാം വിതുരനെ അറിയാലോ, വിതുരനല്ലേ ഇവരെ രക്ഷിച്ച.
അപ്പം മാത്രമല്ല ഈ പഞ്ചപാണ്ഡവന്മാർ ഇപ്പോൾ പാഞ്ചാല രാജ്യത്തിലല്ലേ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഹസ്തിനപുരത്തേക്ക് അവർക്ക് പോകണ്ടേ. അപ്പോൾ വിതുരൻ എന്താ പറഞ്ഞ, വിതുരൻ യുധിഷ്ഠിരനോട് ചോദിക്കുകയാണ് ഇപ്പം എന്താ ചെയ്യണ്ടേ, ഞാൻ എന്താ പറയണ്ടെന്ന് പറയാണ്. അപ്പോൾ ധൃതരാഷ്ട്ര പറയണേ, ഞങ്ങളുടെ ഭാര്യയുടെ അച്ഛൻ, അതായത് ദ്രൗപദിയുടെ അച്ഛൻ്റെ കാരുണ്യം കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുന്നത്. പുള്ളിയുടെ അനുവാദം ഇല്ലാതെ ഞങ്ങൾക്ക് പോവാനോ വരാനോ ഒന്നും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല. ഞങ്ങൾ രാജാക്കന്മാരല്ലല്ലോ, ഞങ്ങളെ പുറത്താക്കിയില്ല രാജ്യത്ത് നിന്ന്. അവർ രാജ്യത്ത് നിന്ന് പോകേണ്ടി വന്നില്ലേ പഞ്ചപാണ്ഡവന്മാരെ. അപ്പോൾ ദ്രുപദ മഹാരാജാവ് എന്ത് തീരുമാനിക്കുന്നു അതനുസരിച്ച് ഞങ്ങൾ ചെയ്തോളാം എന്ന് യുധിഷ്ഠിരൻ പറഞ്ഞു. യുധിഷ്ഠിരൻ നോക്കി അനുജന്മാരെ മറ്റുള്ളവരെ എന്താണ് തീരുമാനം എടുക്കേണ്ടതെന്ന് യുധിഷ്ഠിരന് പോലും അത്ര നിശ്ചയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദ്രുപദനോട് ചോദിക്കുകയാണ്, ദ്രുപദൻ ആരാണ്? ദ്രൗപദിയുടെ അച്ഛനല്ലേ? ഇവരഞ്ചു പേരും കൂടെ വിവാഹം കഴിച്ച ദ്രൗപദിയുടെ അച്ഛൻ. അപ്പോൾ ദ്രുപദൻ പറയണേ, ഞാൻ എങ്ങനെ പറയാൻ പറ്റുക നിങ്ങൾക്ക് പോകണോ വേണ്ടേന്നുള്ളത്? നിങ്ങൾ എൻ്റെ വിരുന്നുകാർ മാത്രമല്ല, നിങ്ങളെൻ്റെ മരുമക്കൾ കൂടിയാണ്, എൻ്റെ മകളുടെ ഭർത്താവാണ് നിങ്ങൾ. നിങ്ങൾക്ക് എന്താണ് ഉചിതമോ അതുപോലെ നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റൂ. നിങ്ങളുടെ വല്യച്ഛനില്ലേ, വല്യച്ഛൻ ആരാണ്? പഞ്ചപാണ്ഡവന്മാരുടെ വല്യച്ഛൻ ആരാണ്? ദുര്യോധനാണ്. പഞ്ചപാണ്ഡവന്മാരുടെ അച്ഛൻ ആരാണ്? അച്ഛനോ? ധൃതരാഷ്ട്രോ? ധൃതരാഷ്ട്ര ആരാണ്? വല്യച്ഛനല്ലേ? അച്ഛനാരാണ്? പാണ്ഡവന്മാര്. പാണ്ഡുവിന്റെ ഏട്ടനല്ലേ ധൃതരാഷ്ട്ര? ഇവരുടെ എല്ലാവരുടെയും ധൃതരാഷ്ട്രന്റെയും പാണ്ഡുവിന്റെയും അനുജനാണ് വിതുരൻ. ഇവർ മൂന്നുപേരും ഒന്നിച്ചാണ് ഇതായിട്ടുള്ള. മനസ്സിലായോ? അപ്പോൾ വിതുരൻ പറയണേ, എൻ്റെ ഏട്ടനായ ധൃതരാഷ്ട്രൻ നേരിട്ട് വന്ന് നിങ്ങളെ ക്ഷണിക്കണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ധൃതരാഷ്ട്ര മഹാരാജാവിന് സുഖമില്ലല്ലോ, വയസ്സായില്ലേ, അതുകൊണ്ട് വരാൻ പറ്റാതിരുന്നതാണ്. നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് ധൃതരാഷ്ട്രൻ നിങ്ങളോട് ഹസ്തിനപുരത്തേക്ക് വരാൻ ക്ഷണിച്ചിരിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ ഭാര്യ ദ്രൗപദിയും എല്ലാവരും കൂടി ചേർന്ന് എന്താ ചെയ്യേണ്ടേ? ഹസ്തിനപുരത്തേക്ക് വീണ്ടും തിരിച്ചു വരണം. പക്ഷെ ഇപ്പോഴും ധൃതരാഷ്ട്രന്റെ ക്ഷണം സ്വീകരിക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടതാരാണ്? മൂത്ത ആളായ യുധിഷ്ഠിരൻ. യുധിഷ്ഠിരൻ ഇപ്പോഴും തീരുമാനിക്കാനുള്ള ധൈര്യമോ തീരുമാനിക്കാനുള്ള കഴിവോ അപ്പോൾ തൽക്കാലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബാക്കിയുള്ളവരോടൊക്കെ ചോദിക്കുകയാണ്, എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. യുധിഷ്ഠിരനും ബാക്കിയുള്ളവരോടും മറ്റേ അനുജന്മാരോ ആരെങ്കിലുമൊക്കെ തന്നോട് അല്ലെങ്കിൽ ആരെങ്കിലും നല്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞ് കൊടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് യുധിഷ്ഠിരൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും നമ്മളുടെ മനസ്സിൽ കഷ്ടമോ തീരുമാനിക്കാൻ ബുദ്ധിമുട്ടുകളോ ഒരുപാട് വലിയ വലിയ സംശയങ്ങളോ വന്ന ആരാ നമ്മളെ സഹായിക്കാൻ വരിക? വെരി ഗുഡ്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടിൽ യുധിഷ്ഠിരൻ നിൽക്കുമ്പോൾ സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവിടെ എത്തി. അതിന് ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകമുണ്ട്, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യം തദാത്മാനം സൃജാമ്യഹം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നടക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ധർമ്മത്തിന് വിപരീതമായ കാര്യങ്ങൾ, ശരിയല്ലാത്ത കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ
ഞാൻ, അതായത് ദൈവമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവിടെ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് സാധാരണ മനുഷ്യർക്ക്, സങ്കടപ്പെടുന്ന ആൾക്കാരെ രക്ഷിക്കും. അപ്പോൾ ശ്രീകൃഷ്ണൻ അവിടെ എത്തി. അപ്പോൾ ഭഗവാനായതുകൊണ്ട് ശ്രീകൃഷ്ണൻ അറിയാം പഞ്ചപാണ്ഡവന്മാർ എന്തൊക്കെയാ ചെയ്തുകൊണ്ടിരിക്കണെന്നുള്ളത്. അപ്പോൾ എല്ലാ പഞ്ചപാണ്ഡവന്മാരും അമ്പാടി കൃഷ്ണനോട്, ശ്രീകൃഷ്ണനോട് ഉപദേശം ചോദിക്കും. എന്താ ഭഗവാനെ ഞാൻ ചെയ്യേണ്ടത്? ഞങ്ങളിങ്ങനെ ഒരു ധർമ്മസങ്കടത്തിലാണ്. ഞങ്ങൾക്കിങ്ങനെ ക്ഷണം സ്വീകരിക്കണോ വേണ്ടേ എന്നറിയാതിരിക്കുകയാണ്. ഹസ്തിനപുരത്തേക്ക് ഞങ്ങളുടെ വല്യച്ഛനായ ധൃതരാഷ്ട്രൻ ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്. ഞങ്ങൾ പോകണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ കഴിയാതിരിക്കുകയാണ് എന്ന് യുധിഷ്ഠിരൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് പറയും. ശ്രീകൃഷ്ണൻ എന്താ പറയുക? ശ്രീകൃഷ്ണൻ ഉടനെ പറയും, വരൂ നമുക്ക് ഹസ്തിനപുരത്തേക്ക് പോവാം, ഞാനും വരാം നിങ്ങളുടെ കൂടെ. നിങ്ങളെല്ലാവരും ഹസ്തിനപുരത്തേക്ക് തിരിച്ചു പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് അമ്പാടി കൃഷ്ണൻ, ശ്രീകൃഷ്ണൻ, മഹാരാജാവായ ശ്രീകൃഷ്ണൻ, ദ്വാരകേത്ത രാജാവായ ശ്രീകൃഷ്ണൻ പറഞ്ഞു തരും. അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞതിനപ്പുറം വേറൊന്നും ഉണ്ടാവില്ലല്ലോ. ഹസ്തിനപുരത്തേക്ക് അവരെത്തി. പഞ്ചപാണ്ഡവന്മാരും ഹസ്തിനപുരത്തേക്ക് എത്തി. ധൃതരാഷ്ട്ര വളരെ സ്നേഹത്തോടെ അവരെ സ്വീകരിച്ച് യുധിഷ്ഠിരനെയും അനുജന്മാരെയും സ്വീകരിച്ചിട്ട് പറഞ്ഞു, ഈ രാജ്യത്തിനെ രണ്ടാക്കിയിട്ട് പകുതി ഖാണ്ഡവപ്രസ്ഥാനാക്കിയിട്ട് അത് നിങ്ങൾക്കും നിങ്ങളുടെ അനുജന്മാർക്കും അമ്മയ്ക്കും ഭാര്യയ്ക്കും ഒക്കെ കൂടി ചേർന്ന് ഉള്ള രാജ്യമാക്കി മാറ്റിത്തരാം. നിങ്ങളുടെ നിങ്ങളുടെ അനുജന്മാരും മറ്റുള്ള എൻ്റെ മക്കളായ 100 നിങ്ങളുടെ കസിൻസ്, അതായത് ദുര്യോധനനും ദുശാസനനും ഒക്കെ ഇവിടെ ജീവിക്കുകയും ചെയ്യാം എന്ന് തീരുമാനം ധൃതരാഷ്ട്രർ അവരോട് പറയുകയാണ്. ഓക്കെ, ഉറങ്ങിയോ അജൂട്ടാ? ഉറങ്ങിയിട്ടില്ലേ? ഓക്കെ ഓക്കെ. അപ്പം നമുക്ക് കഥ ഇനി തുടരട്ടാച്ചാ? കേൾക്കുന്നുണ്ടോ? മനസ്സിലാവുണ്ടോ? അങ്ങനെ ധൃതരാഷ്ട്രർ എന്ത് ചെയ്തു? ധൃതരാഷ്ട്രർ പഞ്ചപാണ്ഡവന്മാരെ സ്വീകരിക്കുകയും ചെയ്തു. രാജ്യത്തിൻ്റെ ഒരു ഭാഗം, അതായത് ഒരു ഭാഗത്തിനെ ഖാണ്ഡവപ്രസ്ഥാനാക്കിയിട്ട് പകുതിയാക്കിയിട്ട് പിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ പഞ്ചപാണ്ഡവന്മാരെ ഖാണ്ഡവപ്രസ്ഥത്തിലേക്ക് ഭരിക്കാൻ വേണ്ടി പോയി. അവിടെ എത്തി നോക്കിയപ്പോൾ അത് വെറും ഒരു മരുഭൂമിയായിരിക്കുന്നു. ഖാണ്ഡവപ്രസ്ഥം എന്ന് പറയുന്നത് വെറും ഒരു മരുഭൂമി. അവിടെ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സ്ഥലമായി മാറിയിരിക്കുന്നു. പക്ഷെ എന്താ, പഞ്ചപാണ്ഡവന്മാർ അതിൽ സംതൃപ്തരായിരുന്നു. അവർക്ക് വളരെയധികം സന്തോഷമായി. എവിടെയെങ്കിലും ഒരു ദിക്കിൽ രാജ്യവുമായിട്ട് ഭരിക്കാൻ പറ്റി, ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള ആശ്വാസത്തിൽ പഞ്ചപാണ്ഡവന്മാർ ഖാണ്ഡവപ്രസ്ഥത്തിൽ താമസവും രാജ്യവും ഭരണവും ബാക്കിയുള്ള എല്ലാ ഇതും തുടങ്ങി. കൃഷ്ണൻ്റെ അനുഗ്രഹം കൊണ്ടും അമ്പാടി കൃഷ്ണൻ്റെ അനുഗ്രഹം കൊണ്ടും അവരുടെ കഴിവുകൾ കൊണ്ടും ദ്വാരകയിൽ നിന്ന് കൊണ്ടുവന്ന വലിയ ആൾക്കാരിൽ നിന്നും, വലിയ കലാകാരന്മാരും കെട്ടിടം ഇതാക്കുന്നവരുടെ നിന്ന് ഒരു നല്ലൊരു രാജ്യം കെട്ടിപ്പൊക്കാമെന്ന് ഇവിടെ ഖാണ്ഡവപ്രസ്ഥത്തിൽ നല്ലൊരു രാജ്യം ഉണ്ടാക്കാമെന്ന് അവർ വിചാരിച്ചു. അവിടെ ഒരു വലിയൊരു കൊട്ടാരം വേണ്ടേ രാജാക്കന്മാർക്ക് താമസിക്കാൻ? കൊട്ടാരം എന്ന് പറയുമ്പോൾ വലിയ താമസിക്കാനുള്ള എല്ലാ ആഡംബരങ്ങളും എല്ലാം വേണം. അതുപോലെ സഞ്ചരിക്കാൻ പാതകൾ വേണം, റോഡ്, അങ്ങനത്തെ കാര്യങ്ങൾ വേണം. ആൾക്കാർക്ക് താമസിക്കാൻ വീട് വേണം, കടകൾ വേണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേണം. അപ്പോൾ അവരിങ്ങനെ
അവിടെ എല്ലാം ഒരുക്കാൻ തുടങ്ങി. ഖാണ്ഡവപ്രസ്ഥത്തിൽ ഒരു രാജ്യം കെട്ടിപ്പടുക്കാൻ തുടങ്ങി. ആ രാജ്യത്തിൻ്റെ ആ ഒരു ഖാണ്ഡവപ്രസ്ഥത്തിൻ്റെ തലസ്ഥാനമാണ് ഇന്ദ്രപ്രസ്ഥ. ഇന്ദ്രപ്രസ്ഥ എന്ന് പറഞ്ഞൊരു മഹത്തായ ഒരു സിറ്റി, ഒരു നഗരം കെട്ടിപ്പൊക്കിയിട്ട് അത് ദൈവത്തിൻ്റെ നഗരമായി മാറിയിട്ടുണ്ട് കേട്ടോ. കുട്ടാ ഉറങ്ങിയോ? ഇപ്പൊ ഉറങ്ങിയോ? ഉറങ്ങിയില്ല. മഹാഭാരതം 5ാമത്തെ ചാപ്റ്ററായ അങ്കിൾസ് ഗിഫ്റ്റിൻ്റെ ഈ ഭാഗം ഈ എപ്പിസോഡ് ഇന്ന് നമ്മൾ അവസാനിക്കുകയാണ്. ഇത്ര നേരം കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും.